ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. നിങ്ങൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, റൈറ്റ് ഇറ്റ്സ് യൂണിറ്റ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്? സാധാരണ സ്ട്രെങ്ത് ഓഫ് എ ഡൈപോൾ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ക്വാണ്ടിറ്റി നോൺ ആസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അതായത് ഒരു ഡൈപോളിൻ്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് യൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു +q ഒരു -q ചാർജസ് ഒരു ഡിസ്റ്റൻസ് 2a ആണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവയുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ കാണാം? Yes, that is the product of magnitude of one of the charges and the distance between the charges ആയിരിക്കും. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? q ആണ്. ഡിസ്റ്റൻസ് 2a ആണ് എടുക്കുന്നതെങ്കിൽ p will be equal to q into 2a. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു p, ദാറ്റ് ഈസ് q into 2a. ഇനി അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കൂളം മീറ്റർ. Okay. The next question is write the difference between polar and non-polar molecules. നമുക്കറിയാം നോൺ പോളാർ മോളിക്യൂൾസിൽ സെൻറ്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾസ് ചോദിച്ചാൽ O2 H2 N2 CO2 CH4 എക്സെട്ര. ഓക്കെ, അപ്പം നേരെ തിരിച്ചായിരിക്കും എന്ത് പോളാറിൻ്റെ കേസിൽ. പോളാർ മോളിക്യൂൾസിലെ സെൻറ്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ്. അവ തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പോൾ അതിനാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് H2O HCl NH3 CO അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. The next question is a very important derivative. Okay, അതായത് derive the equation for electric field due to a dipole along the axial line. അതായത് ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺസിഡർ എ ഡൈപോൾ. ഓക്കെ, അപ്പോൾ ഡൈപോൾ +q ആൻഡ് -q ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. നമുക്കിവിടെ കാണാൻ പറ്റും ഡയഗ്രത്തിൽ, അല്ലേ? അതായത് 2a ഡിസ്റ്റൻസിലാണ് +q -q സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ P എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയാണ്? ആക്സിയൽ ലൈനിലാണ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്റർ. അതായത് സെൻറ്റർ ഓഫ് ദ ഡൈപോളിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഫീൽഡ് അറ്റ് P ആണ് കാണാനുള്ളത്. അപ്പോൾ Pയിലുള്ള ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ്പ് എ ടെസ്റ്റ് ചാർജ്, അതായത് +1 കൂളം ചാർജ് അറ്റ് P. ഓക്കെ, അപ്പോൾ +1 കൂളം ചാർജ് നമ്മൾ Pയിൽ പ്ലേസ് ചെയ്തു. ഇനി കാണേണ്ടത് പോസിറ്റീവ് ചാർജ്, അതായത് +q ചാർജും -q ചാർജും കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ എങ്ങനെ കാണാം? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു +q. ഓക്കെ, കൂളംസ് ലോ അപ്ലൈ ചെയ്യാം. ഏതാണ്? 1/4πε0 q1 q2/r². ഇവിടെ q1 പകരം +q ആണ്. ദെൻ q2 എന്ന് പറയുന്നത് +1 കൂളമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/4πε0 q ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ +q ആൻഡ് P. +qനും qനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? അതായത് +q ആൻഡ് -qന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2a ആണ്. അതായത് ഡൈപോളിൻ്റെ ലെങ്ത്ത് 2a ആണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ലെങ്ത്ത് അപ്പോൾ എത്രയായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി a. ഓക്കെ, അതുപോലെ തന്നെ P മുതൽ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ വരെയുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ +q ആൻഡ് P? എങ്ങനെ കാണാം? r - a ചെയ്താൽ മതിയല്ലോ. ഓക്കെ, സോ r - a വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ലെങ്ത് ബിറ്റ്വീൻ +q ആൻഡ് P. ഓക്കെ, then what will be the equation? Yes, E +q is equal to 1/4πε0 q/r-a². അതേപോലെ തന്നെ ഈ -q കാണണം, അല്ലേ? ചാർജസ് ഏതൊക്കെയാണ്? -q ആൻഡ് +1 ആണ്. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -q ആൻഡ് P എത്രയാണ് വരിക? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെൻറ്റർ വരെ മാത്രമാണുള്ളത്. P മുതൽ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ വരെ ഉള്ളത് r ആണ്. ബാക്കി ഉള്ള പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്ക് ഇക്വലൻ്റ് ആണ്. ഓക്കെ, അതായത് ഫ്രം സെൻറ്റർ ടു -q. അപ്പോൾ എങ്ങനെ എഴുതാം? r+a എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇക്വേഷൻ എന്താ കിട്ടുക? യെസ്, ഈ -q is equal to 1/4πε0 q/r+a². നമുക്ക് +q -q കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ്
പി ആണ് കണ്ടത്. ഇനി എന്ത് ചെയ്യാം, ടോട്ടൽ ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മൈനസ് ആണ് വരുന്നത്. സോ ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ വരും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എത്രയാണ് കിട്ടുക നമുക്ക്? യെസ്, ദാറ്റ് വിൽ ബി q by 4πε0 4ar by r square minus a square the whole square ആണ് അതിൻ്റെ സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഹിയർ r is very very greater than a. അപ്പോൾ ആ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ്, യെസ്, the final result will be E is equal to 1 by 4πε0 2p by r cube. The next question is obtain the equation for electric field due to a dipole along its equatorial line. അതായത് നേരത്തെ നമ്മൾ ആക്സിൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഡെറിവേഷനാണ് കണ്ടത്. ഇവിടെ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കാണാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. അപ്പോൾ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കും. ഓക്കെ, also we can see an electric dipole that is plus q and minus q separated by a distance 2a. Okay, and here we have to consider a point P on the equatorial line of the dipole at a distance r from the center of the dipole. Here we can see that, അതായത് r എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ P എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഇക്വറ്റോറിയൽ പോയിന്റ്. ദർ വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടും മൈനസ് ക്യൂ ചാർജ് കൊണ്ടും പിയിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ വി ഹാവ് ടു ആഡ് ഇറ്റ് ടുഗെദർ. ഓക്കെ, here we have to find the distance between plus q charge and p. In the same way the distance between minus q charge and p. Okay, so എങ്ങനെ കാണാം, അതായത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് നമുക്ക് കാണേണ്ടത്. വൺ സൈഡ് ഈസ് എ ആൻഡ് ദ അതർ സൈഡ് ഈസ് ആർ. സോ വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ബോത്ത് സൈഡ്സിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. നൗ വി ക്യാൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം? യെസ്, വി ക്യാൻ അപ്ലൈ കൂളംസ് ലോ. ദാറ്റ് ഈസ് 1 by 4πε0 q and plus 1 coulomb is there. So q by r square plus a square. Okay, in the same way we have to find the electric field due to minus q at point P. അതെന്തായിരിക്കും? 1 by 4πε0 q by r square plus a square. So these two equations we have to add together. ഇനി for finding the resultant field intensity നമുക്ക് എന്ത് ചെയ്യണം? ഇ പ്ലസ് ക്യൂ ആൻഡ് ഇ മൈനസ് ക്യൂ റിസോൾവ് ചെയ്തിട്ട്, അതായത് വി ഹാവ് ടു റിസോൾവ് ഇറ്റ് ഇൻ ടു ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് നമുക്കറിയാമല്ലോ റിസോൾവ് ചെയ്യാൻ. അതായത് കോസിൻ്റെ ഒരു കമ്പോണൻറ്റ് ഉണ്ടാവും, സൈനിൻ്റെ ഒരു കമ്പോണൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ കമ്പോണൻസാണ് കിട്ടുക? ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ, ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ, അതുപോലെ തന്നെ ഇ മൈനസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ അവിടെ സർവൈവ് ചെയ്യും. ബാക്കിയുള്ളത് എന്തായിരിക്കും? സൈനിൻ്റെ രണ്ട് കമ്പോണൻസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ കമ്പോണൻറ്റ് കാണുമ്പോൾ എന്ത് മാത്രം കണ്ടാൽ മതി? ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ. ഓക്കെ, now we can add the two cos components. That is E will be equal to 2 into E plus Q cos theta. ഇനി ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കാണാമല്ലോ. അതെന്തിന് ഈക്വൽ ആണ്? എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1 by 2. സോ ദാറ്റ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്താ കിട്ടുക? E is equal to 2 into 1 by 4πε0 Q by r square plus a square into cos തീറ്റയ്ക്ക് പകരം എന്ത് എഴുതാം? എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ്. ഇനി we are applying a condition, that is r is very very greater than a, then we can neglect that value of a. Okay, so what we will get? E will be equal to 1 by 4πε0 p by r cube. So that is the equation for finding the electric field on an equatorial line of an electric dipole. Now we can move to the last question. Okay, here we have to find the relation connecting axial field and equatorial field of a dipole. അപ്പോൾ നമ്മൾ ഡൈപോളിൻ്റെ ആക്സിൽ ഫീൽഡും ഇക്വറ്റോറിയൽ ഫീൽഡും കാണാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. അവ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആക്സിൽ എന്താണ് കിട്ടിയത്? 1 by 4πε0 2p by r cube ആയിരുന്നു. ഇക്വറ്റോറിയലോ 1 by 4πε0 p by r cube ആണ്. അപ്പോൾ എന്തായിരിക്കും അവ തമ്മിലുള്ള റിലേഷൻ? ഈ ആക്സിൽ is equal to 2 into ഈ ഇക്വറ്റോറിയൽ, അല്ലെങ്കിൽ 2:1 ആയിരിക്കും. അതായത് ആക്സിൽ പ്ലെയിനിലുള്ളതും ഇക്വറ്റോറിയൽ പ്ലെയിനിലും ഉണ്ടാകുന്ന ഫീൽഡുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, ക്ലിയർ?
Now we are going to conclude the video. If you like my video, please like, share and subscribe. Thanks for watching.